വെൽക്കം ടു മൂവി ബ്രാൻഡ്. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് ഉല്ലാസ് പന്തളം. മിമിക്രി വേദികളിലൂടെ എത്തിയാണ് ഉല്ലാസ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായത്. പൊട്ടിച്ചിരിപ്പിക്കുന്ന കൗണ്ടറുകളിലൂടെയും ശരീരഭാഷകളിലൂടെയും നിരവധി തവണയാണ് ഉല്ലാസ് പ്രേക്ഷകരെ കയ്യിലെടുത്തത്. ഇപ്പോഴത്തെ അദ്ദേഹം വിവാഹിതനായി എന്നുള്ള വാർത്തയാണ് പുറത്തെത്തുന്നത്. ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ദിവ്യയാണ് താരത്തിന്റെ വധു. അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഉല്ലാസിന്റെ വധു ദിവ്യ. വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണിത്. ഒരു വർഷം മുൻപായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത്. അതേസമയം വിവാഹ വാർത്തയുടെയും ചിത്രങ്ങളുടെയും താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത്. എന്നാൽ ചിലർ വിമർശനവുമായി എത്തിയിട്ടുണ്ട്. ആദ്യ ഭാര്യ മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞതും രണ്ടാമതും വിവാഹം കഴിച്ചതിനെയാണ് ചിലർ കടുത്ത ഭാഷയിലൂടെ വിമർശിച്ചത്. ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ ഭാര്യ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? ഇയാൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തു സ്വന്തം ജീവിതം കളഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്തൊക്കെ വന്നാലും ചാവാതിരിക്കുക, ചത്താൽ ഇതാവും സ്ഥിതി. വേണ്ട എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങിക്കുക. രണ്ടുപേർക്കും രണ്ടു വഴി, അതാണ് നല്ലത് എന്നിങ്ങനെയാണ് താരത്തെ വിമർശിച്ചുള്ള കമന്റുകൾ. എന്നാൽ വിമർശിക്കുന്നവർക്ക് മറുപടി നൽകിയും നിരവധി പേർ എത്തിയിട്ടുണ്ട്. ഭാര്യ മരിച്ചാൽ പിന്നെ വേറെ കല്യാണം കഴിക്കരുത് എന്നുണ്ടോ? ഭാവി ജീവിതത്തിൽ ഒരു കൂട്ട് വേണ്ടേ? ഒരാൾക്ക് ഒരു വിവാഹമേ കഴിക്കാവൂ എന്നൊന്നുമില്ലല്ലോ. ഒറ്റപ്പെട്ടവർക്കേ അതിന്റെ വേദന അറിയൂ. അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ ഒരു കൂട്ട് നല്ലത് തന്നെയാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം 2022 ഉല്ലാസിന്റെ ഭാര്യയുടെ മരണം. പുലർച്ചെ 2 മണിയോടെ വീടിന്റെ 1-ാം നിലയിൽ തൂങ്ങിയ നിലയിലാണ് ആശയെ കണ്ടെത്തിയത്. 38 വയസ്സായിരുന്നു ആശയ്ക്ക്. മരണവുമായി ബന്ധപ്പെട്ട് കടുത്ത സൈബർ ആക്രമണമാണ് ഉല്ലാസിന് നേരിടേണ്ടി വന്നത്. ഇവർ തമ്മിലുള്ള തർക്കവും ഉല്ലാസിന്റെ വഴിവിട്ട ജീവിതവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരോപിച്ചായിരുന്നു സൈബർ ആക്രമണം. എന്നാൽ ഉല്ലാസിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നായിരുന്നു നിഷയുടെ അച്ഛൻ പോലും പ്രതികരിച്ചിരുന്നത്. മാനസിക പിരിമുറുക്കം കാരണമായിരിക്കാം മകൾ ആത്മഹത്യയിലേക്ക് എത്തിയത് എന്നും പറഞ്ഞിരുന്നു. 15 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ ഒരു വാക്കുപോലും പറയാതെ ഭാര്യയുടെ ചേതനയറ്റ ശരീരം വീടിന്റെ ഉമ്മറത്തു നിന്നും എടുക്കുന്നത് കാണാനുള്ള ശക്തി ഉല്ലാസിന് ഉണ്ടായിരുന്നില്ല എന്നാണ് സുഹൃത്തുക്കളും പറഞ്ഞിരുന്നത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെയാണ് ഉല്ലാസ് മിനി സ്ക്രീനിലേക്ക് കടന്നുവരുന്നത്. കുംഭാരീസ്, മാസ്ക്, മൊഹബത്തിൽ കുഞ്ഞബ്ദുള്ള, ഒരു മാസ്ക് കഥ, വീണ്ടും, സവാരി, ഗിരിഗിരി എന്നിങ്ങനെ നിരവധി സിനിമകളിലും സ്റ്റേജ് ഷോകളിലും ഉല്ലാസ് സജീവ സാന്നിധ്യമായിരുന്നു. പന്തളം ബാലൻ, തിരുവനന്തപുരത്ത് തുടങ്ങിയ ഹാസ്യ എന്ന ട്രൂപ്പിലൂടെയാണ് പ്രൊഫഷണൽ മിമിക്രിയിലേക്ക് ഉല്ലാസ് ചുവട് വെച്ചത്.